ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും വീട്ടിൽ സേഫായിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് ഞാനൊരു പുതിയ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു വെറൈറ്റി ഓംലെറ്റ് ആണ് ഇത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും വിചാരിക്കും, ഇതെന്താ ഓംലെറ്റ്, എല്ലാവർക്കും അറിയാവുന്നതല്ലേ, പിന്നെ എന്ത് കാര്യം എന്നല്ലേ. ഇത് സാധാ ഒരു ഓംലെറ്റ് അല്ല, അഫ്ഗാനി ഓംലെറ്റ് ആണ്. ഇത് വളരെ ഈസി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആയി ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഓംലെറ്റ് ആണ്. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടും. അതുപോലെ ഇതൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റും കൂടിയാണ്. നമുക്കിത് വീട്ടിൽ 10 മിനിറ്റ് കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇതിന് കുറച്ച് പൊട്ടറ്റയും കുറച്ച് ടൊമാറ്റോയും വെച്ച് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഓംലെറ്റ് ആണ്. അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്ത് കിടക്കുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഓംലെറ്റ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. സൺഫ്ലവർ ഓയിലിന് പകരം ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ഒഴിക്കാം. കഴിവതും വെളിച്ചെണ്ണ ഒഴിവാക്കുന്നതാണ് നല്ലത്. നമ്മളെ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് അരിഞ്ഞത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഈ ഉരുളക്കിഴങ്ങ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആവണം. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. ഉരുളക്കിഴങ്ങ് ഫ്രൈ ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് ഒരുപാടങ്ങ് ഫ്രൈ ആവണ്ട, നമുക്ക് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയാൽ മതി. ഇവിടെ ഉരുളക്കിഴങ്ങ് ഫ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച്. ഇനി നമുക്ക് ഇതിലോട്ടൊരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഈ സൈസിന് വേണം നമ്മൾ സവാള കട്ട് ചെയ്യാൻ. വലിയ കഷ്ണങ്ങളാക്കി ഇതിലോട്ട് ഇടരുത്. ഇനി ഈ സവാള ഒരു 2-3 മിനിറ്റ് ഇതിൽ കിടന്നൊന്ന് വാടണം. അതുപോലെ തന്നെ ഇതൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആണ്. എല്ലാവർക്കും ഇത് വീട്ടിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. കുട്ടികൾക്കൊക്കെ ഇത് ഏറെ ഇഷ്ടപ്പെടും. ഇത് ചെയ്തെടുക്കാൻ ഒരു 10 മിനിറ്റിൻ്റെ സമയം മാത്രമേ ഉള്ളൂ. നമ്മളെ സവാള ഇവിടെ വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് 2 വലിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 2 വലിയ തക്കാളി തന്നെ എടുക്കണം. ഈ തക്കാളിയാണ് ഇതിൻ്റെ മെയിൻ സ്വാദ് കൂട്ടുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റ്. ഇനി നമുക്കിതിലോട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഉപ്പും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഇട്ട് ഒന്ന് മീഡിയം തീയിലിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഒരു 3 മിനിറ്റ് അടച്ചു വെച്ചിരുന്നാൽ മതി. 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ഈ ഒരു പരുവാവണം. ഇനി നമുക്കിത് സൈഡിൽ നിന്നൊക്കെ എടുത്ത് ഒന്ന് ലെവൽ ചെയ്തൊന്ന് വെച്ച് കൊടുക്കുക. അതേപോലെ മുട്ട പൊട്ടിച്ചൊഴിക്കുമ്പോഴത്തേക്ക് മുട്ടയുടെ മഞ്ഞ പൊട്ടാതെ ശ്രദ്ധിച്ച് വേണം നമ്മൾ ഇതിലോട്ട് മുട്ട പൊട്ടിച്ചൊഴിക്കാൻ. ഇതെല്ലാം ഞാനൊന്ന് ലെവൽ ചെയ്ത് ഒന്ന് വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഓരോ മുട്ടയായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഡയറക്റ്റ് മുട്ട പൊട്ടിച്ചൊഴിക്കുന്നതിനെക്കാട്ടി നല്ലത് ഓരോ പാത്രത്തിൽ ആക്കിയിട്ട് പിന്നെ ഇതിലോട്ട് ഒഴിക്കുന്നതായിരിക്കും നല്ലത്. ഞാനിവിടെ ഒരു 5 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. നല്ല ശ്രദ്ധിച്ച് വേണം നമുക്കിതിലോട്ട് ഒഴിക്കാൻ. നമ്മളിവിടെ ഓംലെറ്റ് ഇവിടെ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമല്ലാത്തവർ ഈ മല്ലിയില ഇടേണ്ട ആവശ്യമില്ല. ഇവിടെ ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. അതായത് നമ്മുടെ അഫ്ഗാനി ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. ഈസി ആയിട്ട് വളരെ എളുപ്പത്തിൽ ഞാൻ ഉണ്ടാക്കിയത് കണ്ടല്ലോ. കുറച്ച് പൊട്ടറ്റയും കുറച്ച് ടൊമാറ്റോയും ഇട്ട് ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള അഫ്ഗാനി ഓംലെറ്റ് നമുക്ക് റെഡിയാക്കി എടുക്കാം. അതുപോലെ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. വളരെ ശ്രദ്ധിച്ച് കട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ നമ്മളെ കുട്ടികൾക്കൊക്കെ ഇത് വളരെയേറെ ഇഷ്ടപ്പെടും. പ്രത്യേകിച്ച് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, നമ്മുടെ അടുക്കളയിൽ എപ്പോഴുമുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചാണ് ചെയ്തിരിക്കുന്നത്. ഇത് വളരെ ഈസിയും ഹെൽത്തിയും അതേപോലെ വളരെ ടേസ്റ്റിയുമാണ്. എല്ലാവരും വീട്ടിൽ ഇത് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്നോട് കമൻറ്റ് ബോക്സിൽ പറയേണ്ടതാണ്.
അതുപോലെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.